ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പടവലങ്ങ കൊണ്ടൊരു തോരനാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ് പടവലങ്ങ കൊണ്ടുള്ള ഈ തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പടവലങ്ങയുടെ പകുതിയാണ്. പടവലങ്ങ കൊണ്ട് നമുക്ക് പല രീതിയിൽ കറികൾ ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ ചേർത്തുള്ളൊരു തോരനാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങ ആവശ്യത്തിന്, അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള മുളക്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചീനി മുളകാണ്. പിന്നെ ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഈ അരപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതിയാകും. നമുക്ക് ആദ്യം പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു കറി തേങ്ങ ഒതുക്കിയെടുക്കാതെ തേങ്ങ ചിരണ്ടി അതിൻ്റെ അകത്തേക്കിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. സവോള നന്നായിട്ട് വഴറ്റി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളിക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. സവോള നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് പടവലങ്ങ തോരൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനത് കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ്. പടവലങ്ങ തോരനും അതുപോലെ തന്നെ ഉണക്കമീനാണ് ഇന്നത്തെ എൻ്റെ കറി. അപ്പം എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.